ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ ടോപ്സിലും സൈഡ്സിലും ഡെസേർട്ടിലും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 150 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ആണ്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇരിക്കുന്ന ആ ബൗളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചോക്ലേറ്റ് ഇരിക്കുന്ന ഈ ബൗളുണ്ടല്ലോ, ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മെൽറ്റായി വരികയില്ല, എന്നാൽ ചോക്ലേറ്റ് എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ആകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ചോക്ലേറ്റ് ഇങ്ങനെ നമ്മൾ മെൽറ്റാക്കാനായിട്ട് വെക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നോളും. ചോക്ലേറ്റ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് മെൽറ്റായി വരും കേട്ടോ. അതുവരെ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ സ്പൂൺ വെച്ച് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് അത്യാവശ്യം ചോക്ലേറ്റ് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെള്ളം വെച്ചത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൗളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. മെൽറ്റായി വരുന്തോറും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നല്ലൊരു ഷൈനിങ്ങോടും കൂടിയും പിന്നെ അതേപോലെ തന്നെ നല്ല ലൂസായിട്ടും വരും നമ്മളുടെ ചോക്ലേറ്റ്. ഇതിപ്പോൾ കണ്ടതായി ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റും കൂടെ സെയിം രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വൈറ്റ് കോമ്പൗണ്ടും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ വലുതായിട്ടുള്ള ചൂടൊക്കെ മാറി ഇപ്പോൾ ചെറിയ ചൂടുകൾ കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ചോക്ലേറ്റ് ഡെക്കറേറ്റിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കിൻ്റെ ടൂൾസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഷീറ്റിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഓരോ ഡിസൈൻസ് വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഷീറ്റിൻ്റെ ഒരു പകുതി ഭാഗത്തായിട്ട് നമ്മൾ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇത് ഒരു ഭാഗത്ത് മൊത്തം ഇങ്ങനെ ആക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് ഡിസൈനുള്ള സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ചോക്ലേറ്റ് ഒരുപാടങ്ങ് കട്ട് ചെയ്തതിന് ശേഷമാണ് സ്ക്രാപ്പർ വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ച് ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഉടനെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കൈവച്ച് ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കയ്യിലേക്ക് ഈ ചോക്ലേറ്റ് ഒട്ടി പിടിക്കരുത് കേട്ടോ. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാതെ നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്ന ചോക്ലേറ്റ് ഈ ചോക്ലേറ്റ് എല്ലാം കൂടി അങ്ങ് കൂടിക്കലർന്ന് മിക്സ് ആവും. അതല്ല, ഇനി ഈ ചോക്ലേറ്റ് ഒരുപാട് അങ്ങ് സെറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് സെറ്റായാലും കുഴപ്പമാണ്, അതെല്ലാം സെറ്റ് ആയില്ലെങ്കിലും കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എന്താ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാലറ്റ് നൈഫോ അല്ലെങ്കിൽ സ്ക്രാപ്പറോ ഉപയോഗിച്ചിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡിസൈനുള്ള ഭാഗം മൊത്തം ഈ ഡാർക്ക് ചോക്ലേറ്റും കൂടി അങ്ങ് ആക്കി കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഈ സൈഡ് നല്ല കറക്റ്റായിട്ടൊന്ന് ലെവലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നൈഫ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്ന പോലെ ഒരു ഡിസൈൻ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഏത് ഡിസൈൻ ചെയ്ത് കൊടുത്താലും ജസ്റ്റ് ഒന്ന് സെറ്റാകുമ്പോൾ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാതെ നന്നായിട്ട് സെറ്റായതിന് ശേഷം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഒടിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് ഇങ്ങനെ കൊടുക്കാനും പറ്റില്ല കേട്ടോ. ഇപ്പോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചായിരുന്നു കേട്ടോ. വെളി വെച്ചിരുന്നാലും കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. ഫ്രീസറിൽ ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് ശ്രദ്ധിച്ച് തന്നെ അത് പതുക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ എടുക്കാം. ഇത് മൊത്തം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യാം. വീണ്ടും OHP ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ചോക്ലേറ്റ് OHP ഷീറ്റ് മൊത്തം ഒന്നാക്കി കൊടുക്കുകയാണ്. ഇതാക്കിയിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ കൊടുക്കാം. നമ്മളിത് ആദ്യം ചെയ്ത പോലെ അല്ല കേട്ടോ. ഇത് കുറച്ചും കൂടി ചെറിയ ഡിസൈൻ പോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിൽ കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വിട്ടിരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്ത് പാലറ്റ് നൈഫ് വെച്ചിട്ട് മൊത്തം ഒന്നാക്കി കൊടുക്കുകയാണേ.
വൈറ്റ് ചോക്ലേറ്റ് ഷീറ്റിൻ്റെ മൊത്തം ഭാഗത്തും ആക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡിസൈൻ കൊടുക്കണം. അതായപ്പോൾ കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഡിസൈൻ കൊടുക്കാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോസിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. 1-2 എണ്ണം ഹാർട്ട് ഷേപ്പിൻ്റെ കുക്കീസ് കട്ടർ വെച്ചും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് റഷ്യൻ നോസിലാണ്. ഇനി ഇത് പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പം എന്താ ഇതും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. സെയിം രീതിയിൽ തന്നെ എല്ലാം ഇളക്കിയെടുത്തിട്ട് കാണിക്കാം. അങ്ങനെ ആദ്യം ചെയ്തതും ഇപ്പം ചെയ്തതും കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ എടുത്തപ്പോഴുണ്ടല്ലോ കൂടുതലായിട്ടൊന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് 1-2 എണ്ണമൊക്കെ പൊട്ടിപ്പോയി. അപ്പം നിങ്ങൾ എടുക്കുമ്പം സാവധാനം സൂക്ഷിച്ച് പതുക്കെ എടുക്കുക. വീണ്ടും അടുത്തൊരു ഡിസൈൻ ചെയ്യാനായിട്ട് OHP ഷീറ്റ് വെച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നൈഫ് വെച്ചിട്ട് ഇത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി സെൻറ്റർ ഭാഗത്തു കൂടി ക്രോസ് ആയിട്ട് ഇത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ സെറ്റ് ആവണതിന് മുന്നേ തന്നെ 2 ഭാഗത്തുനിന്നും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ഇതൊന്ന് ടേപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രീസറിലേക്ക് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഞാനിപ്പം വെച്ച് കൊടുക്കുന്നത് ടിഷ്യൂ പേപ്പറിൻ്റെ കാലിയായിട്ടുള്ളൊരു ബാൻഡാണിത്. അപ്പോൾ ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പതുക്കെ എടുക്കണം ഇത് കേട്ടോ. പതുക്കെ സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ മൊത്തം എടുത്ത് ഓരോന്നും പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഓരോന്നും എടുത്ത് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യാം. വീണ്ടും നമ്മളൊരു OHP ഷീറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചോക്ലേറ്റ് ഷീറ്റ് മൊത്തം പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. ഷീറ്റിൽ മൊത്തം ആക്കിയതിന് ശേഷം ഇതാ ജസ്റ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നൈഫ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ടേപ്പ് വെച്ചിട്ടോ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കി എടുക്കാം. ഇത് കണ്ടിട്ട് നല്ലൊരു ഡിസൈനാണ്. ഈ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, എങ്കിലും ഒരുവിധമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കേക്കിൻ്റെ ടോപ്സിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ചോക്ലേറ്റ് ഡിസൈൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, നിങ്ങൾക്കും കൂടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കി ഇത് ഓരോന്നും എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ താഴെയല്ല, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ കുറേ നാളത്തേക്ക് ഇരുന്നോളും. നമുക്ക് ഓരോ കേക്ക് ചെയ്യുമ്പോഴും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കേക്കുകൾ ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് തോന്നിക്കും അത് കാണുമ്പം തന്നെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത് തന്നെ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.